ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഉച്ചയ്ക്ക് ശേഷമുള്ള ഊണ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണേ. ഇടിയപ്പം ഉണ്ടാക്കുക, കുഴയ്ക്കുന്നതൊക്കെ കാണിക്കാൻ മറന്നുപോയി. ഇത് ഒരു തട്ടിൽ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴും ഓർത്ത വീഡിയോ എടുക്കാം. ഞാൻ നല്ല തിളച്ച വെള്ളവും ഒരു കപ്പ് പൊടിയും ഒരു കപ്പ് അരിപ്പൊടി, നല്ല തിളച്ച വെള്ളം ഉപ്പും ഇട്ട് കെറ്റലിനകത്ത് തിളപ്പിച്ച് വെള്ളം, ആ ചൂടോടെ തന്നെ നല്ല ചൂട് തിളച്ച വെള്ളം, അങ്ങനെ വേണം നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിച്ച് എന്നിട്ട് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. അപ്പം പെട്ടെന്ന് നമുക്ക് കറക്കിയെടുക്കാം. കാണാൻ പറ്റത്തില്ലേ? കണ്ടോ? ഇനി അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാവേ. ഇടിയപ്പം കടലക്കറിയാണ് വൈകിട്ട്. നമുക്ക് അടച്ച് വയ്ക്കാം, വേവട്ടെ. വെക്കാനൊരു സൗകര്യമില്ല കേട്ടോ. മുകളിൽ വെച്ചാൽ നിങ്ങൾക്കിതിങ്ങനെ വിരിച്ച് എടുക്കുന്ന കാണത്തില്ല, അതാ ഞാൻ അങ്ങനെ വെച്ചത്. പക്ഷെ സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് എന്തൊക്കെ കഷ്ടപ്പാടാപ്പം. ദിലീപ് പറഞ്ഞതിൻ്റെ കൂട്ട് ഉഷയോട് സ്റ്റാൻഡ് മേടിക്കാൻ പറഞ്ഞ ഉഷ കേൾക്കൂല. ഇന്ന് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ മൈക്ക് മേടിച്ച സൗണ്ട് കിട്ടുമല്ലോ എന്ന്. അത് ഞാൻ രാവിലെ സൗണ്ട് ഇല്ലാതെ സംസാരിച്ചത്. കാര്യം എന്താണെന്നറിയാവോ? ഇവിടെ എല്ലാവരും കിടന്ന് രാവിലെ ഉറക്കമാണ്. അപ്പോൾ നമ്മൾ ഉറക്കം സംസാരിക്കുമ്പോഴേ ഞാൻ ഇൻട്രോ ഒക്കെ പറയുന്നുടനെ അവർ ഉറങ്ങിക്കിടക്കുമല്ലേ. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ആവത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിച്ചത് കേട്ടോ രാവിലെ. അത് മിക്കവാറും മോർണിംഗ് വീഡിയോ ഇനി ഞാൻ ഇടുമ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരോടും സോറി, ഓക്കെ? എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റ് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ക്ഷമിക്കുക. കാര്യം അവർ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പതുക്കെ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ അതേ അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ സൗണ്ട് ഇല്ലാതിരുന്നത്. രാവിലെ കണ്ടവരൊക്കെ ഇപ്പോഴും കാണുവാണെന്നുണ്ട്, അവരോടായിട്ട് ഞാൻ പറയുക. ഞാനിപ്പോൾ അതൊക്കെ സംസാരിച്ചത് ഇവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങുമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇനി മോർണിംഗ് വീഡിയോ ഇടുന്നതിൽ എനിക്ക് സൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ കരുതിക്കുവാണ് രാവിലെ എല്ലാവരും ഉറങ്ങുമായിട്ടാണ് ഞാനങ്ങനെ സൗണ്ട് ഇല്ലാതെ സംസാരിച്ചതെന്ന്. ഓക്കെ? അപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോയാണ്. ഇത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ.
പിന്നെ ഇടിയപ്പവും കടലക്കറി ഞാൻ കാണിക്കാം. കടലക്കറി. അപ്പോൾ ഇടിയപ്പം ഞാനിങ്ങനെ ഇടിയപ്പത്തിന് ഇങ്ങനെ നമ്മൾ പീച്ചെടുക്കത്തില്ലേ, അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് വന്നു കേട്ടോ. മറ്റേതെന്നും ഞാനും സേവനാഴിയും കൂടെ ഫൈറ്റിങ്ങാണ്. അപ്പം ഇന്ന് ഒരു ഫൈറ്റിങ്ങും ഇല്ലായിരുന്നു. ഇന്ന് അടിപൊളിയായിട്ട് ഞാൻ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. കുഴയ്ക്കുന്നത് നിങ്ങളെ കാണിക്കാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, കുഴയ്ക്കുന്ന ഉടനെ കുറേ എക്സ്പ്രഷനൊക്കെ വരും മുഖത്ത്. നല്ല ചൂടല്ലേ, സ്പൂണ് കൊണ്ട് നല്ല മിക്സ് ചെയ്യും. ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കണം. കൈ കൊണ്ട് കുഴച്ചെങ്കിലേ അത് സോഫ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും, ഭയങ്കരമായിട്ട് ചൂട്, നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ ആ എക്സ്പ്രഷൻ നിങ്ങളെ നിങ്ങൾ കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. ഓക്കെ. പിന്നെ കടലക്കറി ഞാൻ ഉച്ചയ്ക്ക് വേവിച്ചിട്ട് പിന്നാണ് ഞാൻ അതിൻ്റെ മസാലയൊക്കെ ചേർത്തത്. അപ്പോഴേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. അല്ല, ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കൊച്ചിനെ ട്യൂഷന് വിട്ടിട്ട് വണ്ടി വരും. 5 മണിക്ക് 5:30. അപ്പോൾ 5 മണിക്ക് കൊച്ചിൻ്റെ ട്യൂഷൻ വണ്ടി വരും. അപ്പം ഞാൻ അതിനെ വിട്ടിട്ട് അങ്ങ് പോകും. പിന്നെ റൂമിൽ ചെന്നിട്ട് കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്ത് കാണിക്കാം. ഓക്കെ. ഇന്ന് ഇവിടെ ഉച്ചയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കറി ഞാൻ കാണിച്ചു തരാം. ഒന്നും കാണിച്ചില്ലെന്ന് വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അവിയലും മീൻ കറിയാണേ, കാണാൻ പറ്റുമോ? മീൻകറി ഇന്ന് വെച്ച മീൻകറിയാണ്. ഇന്ന് മീൻകറി വെച്ചു, അവിയൽ വെച്ചു, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു. അവിയലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് വേറെ കൂട്ടാനൊന്നും വേണ്ട, വേറെ കറികളൊന്നും വേണ്ട. മീൻ ഫ്രൈയും അവിയലും കൂടെ കൂട്ടി അവർ കഴിച്ചോളും. പക്ഷേ ഇന്ന് ഞാൻ മീൻ കറിയാണ് വെച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതായിരുന്നു മീൻ കറി, അവിയലും മോരുകറി. പിന്നെ വൈകിട്ട് കടലക്കറി, ഇടിയപ്പം. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, കടലക്കറി വെച്ചതും കാണിക്കാൻ പറ്റിയില്ല. കടലക്കറിയൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ വെച്ച് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് പിന്നെ എന്താ കാണാനാണ്. ഇടിയപ്പം ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇത് ഞാൻ ഇടിയപ്പത്തിന് പീച്ചിയപ്പോഴേ നല്ല സോഫ്റ്റായിട്ട് നല്ല സുഖമായിട്ട് പിരിഞ്ഞ് വീണുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു തട്ട് ഞാൻ അടുപ്പിലാക്കിയതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് കാണിച്ചതാണ്. പിന്നെ അതുകൊണ്ട് ആരും കുറ്റമൊന്നും പറയല്ലേ. പിന്നെ സുപ്രു ചോദിച്ചിട്ടുണ്ട്. സുപ്രു എന്ന് വിളിക്കുന്ന സ്നേഹം ഉണ്ട് കേട്ടോ. സുപ്രു ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇന്ന് സൗണ്ട് ഇല്ലല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ സൗണ്ടിൻ്റെ കാരണം ഇതാണെന്ന്. അപ്പോൾ മോർണിംഗ് വീഡിയോ ഇടുന്നത് സൗണ്ട് എൻ്റെ ഇത്രയും കാണത്തുള്ളൂ. പിന്നെ സുപ്രിയ അടൂരാണോ, അടൂരു എന്ന് വള മേടിച്ചു എന്ന് പറഞ്ഞല്ലോ, കുപ്പിവള അടൂരു എന്ന് മേടിച്ചെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അടുത്താണ് അടൂര്. അപ്പം പിന്നെ അതാ ഞാൻ ചോദിച്ച അടൂരാണോ എന്ന്. സുപ്രിയ അടൂരാണോ സുപ്രിയയുടെ സ്ഥലമെന്ന്. പിന്നെ സുപ്രിയ വരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ വരണമെന്ന് ചോദിച്ചിട്ടുണ്ട്. വായോ. പിന്നെ സന്തോഷം, ഒരുപാട് സന്തോഷം സുപ്രിയ. പിന്നെ ഷെജി ചേച്ചി, ഇന്ന് ഷെജി ചേച്ചിക്ക് നല്ല മൂഡില്ലായിരുന്നെന്ന് തോന്നുന്നു. ഷെജി ചേച്ചി എനിക്ക് ലവ് ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടൊരു വിഷമം കേട്ടോ ഷെജി ചേച്ചി. ഇന്ന് ഹാർട്ടൊന്നും ഇട്ടിട്ടില്ല ചേച്ചി. പിന്നെ അയ്യോ ചേച്ചി ചോദിക്കാൻ മറന്നുപോയി, ചേച്ചിയുടെ അച്ഛൻ എങ്ങനെയുണ്ട്, സുഖമായോ? പിന്നെ അച്ഛന് സുഖമില്ല, ഹോസ്പിറ്റലിൽ ഇന്നലെ ചേച്ചി കൊണ്ടുപോയ വീഡിയോ ഇട്ടല്ലോ. അപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്, സുഖമായോ? പിന്നെ വീഡിയോ ആണേ. പിന്നെ കൊച്ചിന് വീടുണ്ട്, കൊച്ചിന് സ്കൂളില്ല. അവനിടയ്ക്ക് ഓടി വന്നതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ആണേന്ന്. എടാ മൊബൈൽ താഴെ വീഴും, അങ്ങനെ മൊബൈൽ താഴെ വീഴുവേ. കാണിക്കാം, ഇവിടെ കാണിക്കടാ.
അയ്യോ ഈ കിളവൻ കേശുവിനെ എടുക്കണമെന്ന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ്. ചേച്ചി അച്ഛന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ചേച്ചിയുടെ ആടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് സങ്കടം വന്നു. അപ്പം ഇന്ന് ചേച്ചി വീഡിയോ ഒന്നും ഇട്ടില്ല. ഇനി ഞാൻ മൊബൈൽ സത്യം പറഞ്ഞാൽ ഇനി യൂട്യൂബൊന്നും ഞാൻ കയറി നോക്കിയില്ല. ഈ വീഡിയോ ഇടാൻ മാത്രമേ നോക്കിയുള്ളൂ, ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരും വരേക്കും ബായ്, എല്ലാവർക്കും ബായ്. പിന്നെന്തുവാ, ദിലീപ് പറഞ്ഞിട്ടുണ്ട് ചേച്ചി കമൻറ്റ് കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടു. എനിക്ക് വിഷമമുണ്ട്, ആരും എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് എൻ്റെ കുഞ്ഞിനെ ആരും കമൻറ്റ് ചെയ്തില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ എല്ലാവരോടും. പിന്നെ അതെൻ്റെ മോൻ്റെ കുഞ്ഞാണ്. അപ്പോൾ വീഡിയോ ഇതുപോലെ കിട്ടിയപ്പം ഇതുപോലെ ചുമ്മാ എനിക്ക് എടുത്തിടണമെന്ന് തോന്നി അങ്ങനെ ഇട്ടതാ കേട്ടോ. പിന്നെ അപ്പോൾ ദിലീപ് കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്, ചേച്ചി എന്തോ ചെയ്തു വെച്ചെന്നാണോ എന്തോ. ഞാനൊന്നും ചെയ്തു വെച്ചില്ല ദിലീപേ, ഞാനതിലിങ്ങനെ നോക്കുന്നുണ്ട്, ആരും ഇതിന് കമൻറ്റ് ഇട്ടിട്ടില്ല എൻ്റെ കുഞ്ഞിനെന്നും പറഞ്ഞിട്ട്. ഇങ്ങനെ തന്നെ നിന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ. എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും കമൻറ്റ് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ. കുറേ നേരം കൊണ്ട് ബായ് പറയുക. ഓക്കെ ബായ്. എനിക്കിനി ജോലിയുണ്ട്, കൊച്ചിനെ ഒരുക്കി വിടണം. ഓക്കെ ബൈ.